മദ്യനയത്തിലും കരിമണലിലും നിയമസഭയിൽ മുഖ്യമന്ത്രി വിശദീകരണം നൽകിയെങ്കിലും കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായ VM സുധീരൻ അത് ദഹിച്ചിട്ടില്ല. നികുതി ഘടന ധനബില്ലിൽ നിന്ന് ഒഴിവാക്കണമെന്ന വാശിയിൽ തന്നെയാണ് സുധീരനുള്ളത്. UDFൽ ചർച്ച ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ ധനബിൽ അവതരണത്തിന് മുൻപ് ആ യോഗം നടക്കാൻ സാധ്യതയില്ല. അപ്പോൾ പിന്നെ സുധീരന്റെ തുടർ നീക്കം എന്താകും എന്നതാണ് ചോദ്യം. സർ, എന്താണ് സുധീരൻ ഈ വിമർശനങ്ങൾ തുടരുന്നതിന് പിന്നിൽ? അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്കുള്ള നേരത്തെ നമ്മൾ കാണുന്നത് പോലെയുള്ള സുധീരന്റെ ശൈലിയാണോ, അദ്ദേഹത്തിന്റെ നിലപാടാണോ, അത് പുതിയ എന്തെങ്കിലും സാഹചര്യ പശ്ചാത്തലമുണ്ടോ? ഇന്നിപ്പോൾ മലയാള മനോരമ ഒരു വാർത്ത പുറത്തുവിട്ടു. ഇതിൻ്റെ കാര്യത്തിൽ, കരിമണൽ ഖനനത്തിൻ്റെ കാര്യത്തിൽ ഒരു കള്ളക്കളി നടന്നു LDF സർക്കാരിൻ്റെ കാലത്ത് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകരുത്. ഒരു കമ്പനിക്ക് വേണ്ടി അത് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അപ്പോൾ അത്തരമൊരു വിഷയത്തിൽ VM സുധീരൻ എന്താണ് പറയാനുള്ളത്? അതായത് ഞാൻ പറയുന്നത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ മുൻ സർക്കാരുകളുടെ കാലത്ത് സ്വകാര്യവൽക്കരണം, ധാതുമണലിൻ്റെ കാര്യത്തിലുള്ള സ്വകാര്യവൽക്കരണത്തിൻ്റെ വിഷയത്തിലാവട്ടെ, വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ നികുതിയുടെ കാര്യത്തിലാവട്ടെ, വിദേശത്ത് നിർമ്മിച്ച വിദേശ മദ്യത്തിന് ഇവിടെ നികുതി കുറച്ചതിൻ്റെ കാര്യത്തിലാവട്ടെ, സുധീറിൻ്റെ അഭിപ്രായം എന്താണ്? അദ്ദേഹം ഏതെങ്കിലും കാലത്ത് അക്കാര്യത്തിലൊരു വിശദമായ അഭിപ്രായ പ്രകടനമൊക്കെ നടത്തി മാധ്യമങ്ങളോട് സംസാരിക്കുന്നതായിട്ടോ, ഒരു കോൺഗ്രസിൻ്റെ നേതാവെന്ന നിലയിൽ അതിനോട് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതായിട്ടോ ഒക്കെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടത് കുറവാണ്. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉണ്ടാകുന്ന ഈ പറയുന്ന തരത്തിലുള്ള നീക്കങ്ങളോട് ഒരു ധാർമ്മികമായ ഒരു പൊസിഷൻ എടുത്ത് നിൽക്കുക, ഒരു മോറലിസ്റ്റിക് പൊസിഷൻ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഈ മോറലിസ്റ്റിക് പൊസിഷനൊക്കെ ഭയങ്കര ബോറാണ്. കാരണം വെച്ചാൽ, ഒന്നാമതായിട്ട് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു മാസത്തിനിടയിൽ ആയതേ ഉള്ളൂ, പ്രതിപക്ഷത്തിന് തന്നെ നിയമസഭയിൽ പോലും ഒരു തരത്തിലും പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ, അത്രയ്ക്ക് എന്താ പറയുക, സംശയങ്ങളൊക്കെ ഒരുപാട് ബാക്കി നിർത്തിയാണെങ്കിലും ഒരു മാജിക്കിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു കഴിവിലൂടെ മുഖ്യമന്ത്രി അതൊക്കെ നേരിട്ട് വന്നു നിൽക്കുകയാണ്. പിറ്റേ ദിവസം ഇദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തിന് പറയുന്ന കാര്യങ്ങൾ എന്താണ്? എനിക്ക് അദ്ദേഹത്തോട് ഒരു ഇതുള്ള ബഹുമാനക്കുറവുമില്ല കേട്ടോ. ഞാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ മാത്രം വെച്ചിട്ടാണ്. അദ്ദേഹം ഈ പറയുന്ന വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള വിൽപ്പന ഇനി അത് വേണോ വേണ്ടയോ എന്നുള്ളത് UDFൽ പരിഗണിക്കും, അതിലൊരു നയപരമായ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നില്ല. അദ്ദേഹം എന്താ പറയുന്നത്? ഈ ഫിനാൻസ് ബില്ലിൽ തന്നെ ഇത് ഒഴിവാക്കിയിട്ട് അങ്ങ് വേണം എന്നുള്ളതാണ്. എന്തിന് ഫിനാൻസ് ബില്ലിൽ ഒഴിവാക്കണം? UDF തീരുമാനം അനുകൂലമായിട്ടാണ് വരുന്നതെങ്കിൽ ആ നികുതി ഘടന ഉപയോഗിക്കേണ്ടി വരില്ലേ? അത് ഫിനാൻസ് ബില്ലിൽ വേണ്ടേ? അപ്പോൾ അതെന്തുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കുന്ന ഒരു ഭരണപരമായ ഒരു നടപടിയും പോളിസി ഡിസിഷനും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന് അറിയാത്തതല്ലോ. അപ്പോൾ ഭരണപരമായ ആ നടപടി അവിടെ നിൽക്കുന്നത്. ഇനി അഥവാ അതൊന്നും പാടില്ല, ഇതൊന്നും ഇത്തരത്തിലുള്ളൊരു നടപടികളിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും പോകാൻ പാടില്ല എന്നുള്ളതാണ് നിലപാടെങ്കിൽ, അത് അദ്ദേഹം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റിലേക്ക് വരേണ്ടതായിരുന്നു. ഇത്തവണ അത് ഏതെങ്കിലും തരത്തിൽ, അതായത് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചാണ് നമുക്കറിയാലോ, സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരുന്നതിനകത്ത് ഒരു മടിയും കാണിക്കാത്ത ഒരു പാർട്ടിയാണ് UDF ആയാലും അങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പിന്നെ ആ നിലപാടുള്ള ഒരു പാർട്ടി മുന്നണിക്കകത്തും ഒക്കെ നിന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഭയങ്കര ധാർമ്മികമായൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക? അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ധാർമ്മിക നിലപാട്, ഞാൻ സദാചാരപരമായ നിലപാട് എന്നാ പറയാം. ധാർമ്മിക നിലപാട് എല്ലാവർക്കും ഉണ്ടാവും, അത് ശരിയാണ്. സദാചാരപരമായ നിലപാട് മദ്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, കേരളം മദ്യം ഒഴുകുന്നു, ഭയങ്കര പ്രശ്നമാകുന്നു, അതാണല്ലോ. ഇതുവരെ അങ്ങനെയൊന്നും ഇല്ല, ഇപ്പോൾ ഇല്ല. ഇനിയിപ്പോൾ ഈ വീര്യം കുറച്ച് മദ്യം കൂടി വന്നാലാണ് അത് പൊടുന്നതിന് സംഭവിക്കുക. അദ്ദേഹം പറയുന്ന കാര്യത്തിന് അദ്ദേഹം ആധികാരികമായി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ? ഡോക്ടർ CJ ജോൺ എന്ന് പറയുന്ന കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട സൈക്യാട്രിസ്റ്റിലോ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുറിപ്പ് അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായിട്ട് പലയിടത്തായിട്ട് അത് സംസാരിക്കുന്നുണ്ട്. അതായത് ഇപ്പം നിലവിൽ കേരളത്തിൽ ഈ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു വിഭാഗം ആളുകൾക്കുണ്ടാകുന്ന ആൽക്കഹോളിസമാണ് പ്രശ്നം, മദ്യോപഭോഗമല്ല പ്രശ്നം, ആൽക്കഹോളിസമാണ്. ആൽക്കഹോളിസത്തെ ഒരു തരത്തിലും വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് പോവില്ല വീര്യം കുറഞ്ഞ മദ്യം കൂടി വിപണിയിൽ എത്തി എന്നുള്ളതുകൊണ്ട്. ഓൾറെഡി ഉള്ള സംഗതികൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ, ഇത് വിറ്റോളൂ, വിറ്റ് ഇതിൽ നിന്ന് ധനാഗമ മാർഗം എന്ന നിലയിൽ അത് ഉപയോഗിക്കൂ. പക്ഷെ അതേസമയം നിങ്ങൾ ഈ സപ്പോർട്ടീവ് മെക്കാനിസം കൂടി നിങ്ങൾ ഉണ്ടാക്കൂ, അത് ഏതെങ്കിലും തരത്തിൽ അത് ചെയ്യൂ, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ മദ്യനിരോധനമായിക്കൂടെ? എന്താ VM സുധീരൻ മദ്യനിരോധനം നമുക്ക് ഒന്നും വേണ്ട എന്നൊരു നിലപാടെടുത്ത് അദ്ദേഹം അതിനുവേണ്ടി വല്ല ഉപവാസം, ഗാന്ധിയൻ എന്നൊക്കെ പറയുകയും ചെയ്യാം. അങ്ങനെയൊക്കെ പോട്ടേന്നേ.
ഇത് അതല്ല പ്രശ്നം. ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നയപരമായ തീരുമാനങ്ങളുണ്ട്, ഭരണപരമായ കാര്യങ്ങളുണ്ട്. ഞാനിത് ആ നിലയ്ക്കാണ് ഇതിനെ കാണുന്നത്. അതിനെ അടച്ച് അത് പാടില്ല. ഇതിനകത്ത് വന്ന് ഫിനാൻസ് ബില്ലിൽ ഇത് ഉൾപ്പെടുത്താതെ അത് തള്ളിക്കളഞ്ഞുകൊണ്ട് UDF-ലേക്ക് പോലും ബാക്കി എല്ലാവരും പറയുന്നത് UDF-ൽ നിന്നാണല്ലോ, അദ്ദേഹം മാത്രം എന്തുകൊണ്ട് അത് പറയുന്നത്? അപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇത്തരം ഒരു സദാചാരപരമായ ഒരു മോറലിസ്റ്റിക് പൊസിഷനിൽ നിന്നിട്ട് വിൻ ചെയ്യാനുള്ള ഒരു ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ളൊരു ദുഷ്ടലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പരിമിതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അജിംസ്, സുധീരൻ്റേത് ജനുവിനായ ധാർമ്മികതയിലൂന്നിയ ഒരു എതിർപ്പിന്റെ സ്വരമാണോ, അതോ അദ്ദേഹത്തിന് പ്രത്യേകമായ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? സുധീരൻ ഉന്നയിച്ച രണ്ട് പ്രശ്നമുണ്ടല്ലോ, ഒന്ന് കരിമണൽ വിഷയം, ഒന്ന് വീര്യം കുറഞ്ഞ മദ്യ വിഷയം. കരിമണൽ വിഷയത്തിൽ കരിമണൽ ഖനനം സ്വകാര്യവൽക്കരിക്കുമോ എന്നൊരു ചോദ്യത്തിന് ലീഗലി അതൊരു സംസ്ഥാന സർക്കാരിന് പറ്റില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കേരളത്തിലെ തീരപ്രദേശത്തെ കരിമണൽ ഖനനം അത് സ്വകാര്യ മേഖലയ്ക്ക് പാടില്ല എന്നാണ് ഖനന ഭേദഗതി നിയമങ്ങൾ. ഇപ്പോൾ 2021 നിയമത്തിൽ പോലും കേരളത്തിലെ തീരപ്രദേശത്തെ ഖനനം സ്വകാര്യവൽക്കരിക്കാൻ പാടില്ല, കാരണം അത് പ്രതിരോധ പ്രാധാന്യമുള്ള ധാതുക്കളുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് തവണ ഡിബേറ്റ് ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് VD സതീശൻ ആഗ്രഹിച്ചാൽ സ്വകാര്യ മേഖലയെ ഖനനത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിൻ്റെ മറവിൽ ആ നിയമം നിലനിൽക്കെ തന്നെ പലവിധ ഒളിച്ചും തെളിച്ചുമൊക്കെയാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കരിമണൽ കത്തായ സഹായിച്ചത്. അപ്പോൾ തോട്ടപ്പള്ളി ഖനനം നമുക്ക് ഉദാഹരണം. അത് പ്രളയം തടയാനെന്ന പേരിൽ അവിടുന്ന് മണൽ ഖനനം നടത്തുകയും അത് CMRL ഗുണകരമായി മാറുകയായിരുന്നു ചെയ്തത്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് വിവാദമായത്. അതൊക്കെ പോട്ടെ. പക്ഷേ ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ഇപ്പോൾ ഖനന രംഗത്തേക്ക്, കേരളത്തിലെ ഈ പറയുന്ന ധാതുമണൽ ഖനന രംഗത്തേക്ക് സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഇനി എന്തെങ്കിലും വളഞ്ഞ വഴി സ്വീകരിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ബജറ്റ് പ്രഖ്യാപനത്തിൽ VD സതീശൻ്റെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ദക്ഷിണ മേഖല സാമ്പത്തിക കോറിഡോർ, അപ്പോൾ അങ്ങനെ ഒരു കോറിഡോർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന കാര്യത്തിൽ വളരെ അവ്യക്തതയുണ്ടായിരുന്നു. അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിലോ അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്താണ് വിശദീകരിച്ചിട്ടില്ല, എങ്ങനെയാണ് ആ മേഖലയിലേക്ക് നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ളത്. ഇന്നലെ അദ്ദേഹം അസംബ്ലിയിൽ അത് വിശദീകരിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിച്ച ഖനനമേ അല്ല, ഞങ്ങൾ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരിക എന്ന് പറയുന്നത് അവിടെ നിന്ന് കുഴിച്ചെടുക്കുന്ന ധാതുക്കളുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാണെന്നാണ്. അതൊരു ഒരു ഗ്രൗണ്ട് ബ്രേക്കിംഗ് പ്രഖ്യാപനമാണ്. കാരണം കേരളത്തിൽ ഈ ധാതുമണൽ ഖനനം ചെയ്യുന്ന ഇന്ത്യൻ റെയർ എർത്ത് ആവട്ടെ, അല്ലെങ്കിൽ KMRL ആവട്ടെ, ഈ സ്വകാര്യ കമ്പനിയായ CMRL ആവട്ടെ, ഇവരാരും ഇതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. ഇപ്പോൾ CMRL തന്നെ സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിൽ പങ്കാളിത്തമുള്ളൊരു കമ്പനിയാണ്. അവർ ഈ പറയുന്ന റൂട്ടൈൽ എന്ന ഉൽപ്പന്നം ഉണ്ടാക്കുന്നത് റോ മെറ്റീരിയലാണ്. അതുപോലും റോ മെറ്റീരിയലാണ്, അത് മൂല്യവർദ്ധിത ഉൽപ്പന്നമാവുന്നില്ല. KMRL അല്ലെങ്കിൽ ഇന്ത്യൻ റെയർ എർത്ത്സോ ആവട്ടെ, അതും ഒരു ധാതു കുഴിച്ചെടുക്കുക മാത്രമാണ്, അതിനെ ഒരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുന്നില്ല. അപ്പോൾ ഈ ധാതുക്കളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ സാധ്യതകൾ തുറക്കുന്ന ഒരു മേഖലയാണത്. അതിന് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണ കൂടി ആവശ്യമുണ്ട്. ആ അർത്ഥത്തിൽ ആ പ്രഖ്യാപനം വലിയ ഒരു പ്രഖ്യാപനമാണ്. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല, VD സതീശനെ കൊണ്ട് സാധിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു സ്വർണം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പെട്രോൾ എന്നൊക്കെ പറയാവുന്ന ഒരു ധാതുവിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്ന വലിയ വ്യവസായങ്ങൾ കേരളത്തിൽ വരിക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും കേരളത്തിൽ വലിയ തൊഴിൽ സാധ്യതകൾ, നിക്ഷേപങ്ങൾ ഒക്കെ കൊണ്ടുവരുന്ന വലിയൊരു പ്രൊജക്റ്റാണ്. അതിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കറിയില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കുന്നു, വാർത്താ സമ്മേളനത്തിൽ ഇത് പറയുന്നു, അപ്പോഴൊന്നും ഡീറ്റെയിൽസ് ഇല്ല. അവിടെ അവ്യക്തത നിലനിൽക്കുകയാണ്. അവ്യക്തത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ബജറ്റ് പ്രഖ്യാപനം മാത്രമാണ്, അതിൻ്റെ ഒരു പോളിസി ഡിസിഷൻ നടന്നിട്ടില്ല. ഇങ്ങനൊരു കാര്യം UDF-ലോ കോൺഗ്രസ് പാർട്ടിക്കകത്തോ ചർച്ച ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് VM സുധീരനെ വിളിച്ചു പറയേണ്ടി വരുന്നത്. അതല്ലാതെ ഇത് പാടില്ല എന്നുള്ളൊരു സാർ പറഞ്ഞൊരു മോറലിസ്റ്റിക് പൊസിഷനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നടപടിക്രമം പാലിക്കപ്പെടണം. ആ നടപടിക്രമം വളരെ പ്രാധാന്യം പറയുന്നത് ഒരു തരത്തിലുള്ള ഖനനവും പാടില്ല എന്നാണ്. അത് പൊതുമേഖലയിലും പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊതുമേഖലയിൽ ഖനനം പാടില്ല, പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും ഖനനം പാടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് അവിടെ ഈ പറയുന്ന തീരത്ത് എവിടെയും പാടില്ല, തീരെ പാടില്ല എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതെനിക്കറിയില്ല. അദ്ദേഹം സ്വകാര്യ മേഖലയിലെ ഖനനത്തിനെതിരെ മുമ്പ് സമരം ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ സമരം നമുക്കറിയാം 2003 അത് ഉമ്മൻചാണ്ടി സർക്കാർ AK ആന്റണി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം സമരരംഗത്തുണ്ടായിരുന്നു. അത് CPM സമരരംഗത്തുണ്ടായിരുന്നു, VM സുധീരൻ സമരരംഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ പ്രഖ്യാപനമുണ്ട്. ഇതിൽ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഖനനം പോലെ വളരെ സെൻസിറ്റീവായി, നമുക്കറിയാം ആറാട്ടുപുഴ പോലത്തെ തീരത്ത് എത്രമാത്രം സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്ന് അറിയാം. അങ്ങനെ ഒരു വിഷയം ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി VD സതീശനെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. കൺസൾട്ട് ചെയ്യേണ്ട ആരോടെന്നൊരു ചോദ്യമുണ്ട്. KPCC അധ്യക്ഷനുണ്ടോ, മുഴുവൻ സമയ അധ്യക്ഷനുണ്ടോ, KPCC രാഷ്ട്രീയകാര്യ സമിതി ചേരുന്നുണ്ടോ, UDF യോഗം ചേർന്നോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയത്തിലും ഇതേ പ്രശ്നം തന്നെയുണ്ട്. UDF-ന്റെ പരമ്പരാഗതമായ മദ്യനയം ഇങ്ങനെയല്ല.
അവരുടെ മദ്യനയം മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ടൊന്ന് മദ്യാസക്തിയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കുക, മദ്യത്തിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് പുറത്തിറക്കിയിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ, അവരുടെ പ്രകടന പത്രിക, ഇതാണ് അവരുടെ ഒരു ഫിലോസഫി. CPM-ൻ്റെ LDF-ൻ്റെ ഫിലോസഫി വേറെയാണ്. അത് മദ്യവർജനമാണ്. മദ്യം ലഭ്യമായിരിക്കും, പക്ഷേ ജനങ്ങളെ മദ്യ ആസക്തിയിൽ നിന്ന് രക്ഷിക്കുക, മദ്യം കുറച്ച് ഉപയോഗിക്കുക, അങ്ങനെ മദ്യം ലഭ്യമാക്കുന്നതോടൊപ്പം മദ്യവർജനം. ഇതാണ് LDF-ൻ്റെ രീതി. ഇവിടെ മദ്യത്തിന് ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ആ ബാറുകൾ അടച്ചുപൂട്ടുന്ന ഒരു നിലയിലേക്കൊക്കെ വന്നത്. അതും VM സുധീരൻ്റെ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം വളരെ ഒരു പാർട്ടിയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം പറയുന്നു. അങ്ങനെയല്ല, ആ നിലപാട് പാർട്ടി മാറ്റണം, മുന്നണി മാറ്റണം. ഇവിടെയും മുന്നണിയിലും പാർട്ടിയിലും ചർച്ച ആവശ്യമുണ്ട്. ഈ 2 നടപടിക്രമങ്ങൾ പാലിക്കാതെ ഒരു ബജറ്റ് പ്രഖ്യാപനം വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വരുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നില്ല VD സതീശന് പാർട്ടിയെ കൊണ്ടോ മുന്നണിയെ കൊണ്ടോ വീര്യം കുറഞ്ഞ മദ്യം നൽകാതിരിപ്പിക്കാൻ അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയ ആ അദ്ദേഹത്തിൻ്റെ ലൈനിലേക്ക് പാർട്ടിയെ മുന്നണിയെ കൊണ്ടുവരുന്ന അതേ ഉറപ്പാണ്. ഇങ്ങനൊരു കാര്യം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ എന്ത് ചെയ്യും? മുന്നണിയെയും പാർട്ടിയെയും ഈ കാര്യം കൺവിൻസ് ചെയ്തുകൊണ്ട് നടപ്പാക്കുക തന്നെയും. പക്ഷെ പ്രശ്നം ഈ വണ്ടിക്ക് പിന്നിൽ കുതിരയെ കെട്ടുന്ന രീതിയാണ്. ആ നടപടിക്രമം പാലിക്കപ്പെടണം. അതിൻ്റെ ഒരു പ്രശ്നം, അതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതൊരു സ്വേച്ഛാധികാരത്തിലേക്ക് പോകും. സ്വേച്ഛാധികാരം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി എല്ലാം അങ്ങ് തീരുമാനിക്കുന്നു, പാർട്ടിയും മുന്നണിയും പിന്നാലെ വന്നോളണം എന്നുള്ള രീതി ഒരു തരത്തിലും UDF-ന് ആശാസ്യമല്ല. അതിൻ്റെ അപകടം നമ്മൾ കഴിഞ്ഞ 10 വർഷം കണ്ടതാണ്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതാണ് VM സുധീരൻ ഫ്ലാഗ് ചെയ്യുന്നത്. നിഷാദ്, ഇപ്പോൾ KPCC ഒരു അധ്യക്ഷനില്ല, അപ്പം ആ ഒരു സ്പേസും കൂടി കണ്ടെത്തി കോൺഗ്രസിനകത്ത് എനിക്ക് വേറെ ചർച്ച ചെയ്യാനുണ്ടല്ലേ? ഉണ്ടല്ലേ? ശരി. അപ്പോൾ ഒരു തിരുത്തൽ വേണം എന്ന് തോന്നുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ധാർമ്മിക ബോധത്തിൽ ഊന്നിയ ഒരു സ്പേസ് എടുക്കുകയാണോ അദ്ദേഹം? അല്ല, കോൺഗ്രസ് ഒരു പാർട്ടിയല്ലേ, ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ പാർട്ടിക്കകത്ത് ഒരു പോളിസി ഡിസിഷനുമായി ബന്ധപ്പെട്ട സംഗതി ഡിസ്കഷൻ ഉയർന്നു വരുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായക്കാരുണ്ടാവില്ലേ? അദ്ദേഹം VM സുധീരൻ അങ്ങനെ ഒരു പരിസ്ഥിതി അനുകൂല സമീപനമുള്ള രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന ആളാണ്. അദ്ദേഹം കോൺഗ്രസിലെ ഒരു സീനിയർ ലീഡറാണ്, മുൻ KPCC അധ്യക്ഷനാണ്. അദ്ദേഹം പറയുന്നത് പൊതുമേഖലയിലായാലും കൊള്ളാം, സ്വകാര്യ മേഖലയിലായാലും കൊള്ളാം, കേരള തീരത്ത് ഒരു ഖനനവും പാടില്ല. അതിന് അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പോൾ തീരത്ത് ഖനനം നടത്തുകയാണെങ്കിൽ ഖനനം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കും ഒരു പഠനമില്ലേ? അഭിപ്രായമുള്ളവരില്ലേ? അത് തീരത്തെ ബാധിക്കും, അത് അവിടുത്തെ കടൽ ശോഷണം തീരശോഷണം ഉണ്ടാക്കും, കടലാക്രമണം ഉണ്ടാക്കും, അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിക്കും, കുറേ അധികം പ്രശ്നങ്ങൾ വേണേൽ കാണിക്കാൻ പറ്റും. എങ്ങനെയാണ് ഖനനം നമ്മുടെ പാരിസ്ഥിതിക മേഖലയെ, സാമൂഹ്യ ജീവിതത്തെ, മത്സ്യത്തൊഴിലാളി ജീവിതത്തെ ബാധിക്കുക എന്ന് വേണമെങ്കിൽ ഒരു പഠന റിപ്പോർട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഏരിയ അതിനുണ്ട്. നമ്മൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന വലിയ വികസന പദ്ധതി നടപ്പിലാക്കിയപ്പോൾ സംസ്ഥാനത്തിന് അതിൻ്റെ ഗുണമുണ്ട്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം ഉന്നയിച്ച് ദിവസങ്ങളോളം സമരം ചെയ്തില്ലേ? അപ്പോൾ ഇതിനെല്ലാം ഓരോരോ അഭിപ്രായങ്ങളും, ആ അഭിപ്രായങ്ങളെ പിന്താങ്ങുന്ന ആളുകളും അതിനെ പിന്താങ്ങാൻ അവർക്ക് അവരുടേതായിട്ടുള്ള ഡേറ്റയുണ്ട്, വസ്തുതകളുണ്ട്, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഓക്കെ, അതിനെ റെസ്പെക്ട് ചെയ്യണ്ടേ? അല്ലാതെ VM സുധീരൻ വന്നിട്ട് ഒരു മേഖലയിലും ഖനനം പാടില്ല എന്ന് പറയുമ്പോൾ അതൊരു അഭിപ്രായമാണ്. ആ അഭിപ്രായം എന്തുകൊണ്ട് പുറത്തു എന്ന് പറയേണ്ടി വരുന്നു? ആ അഭിപ്രായം പുറത്തു പറയേണ്ടി വരുന്നത് എല്ലാ അഭിപ്രായങ്ങളും അകത്ത് ചർച്ച ചെയ്യാൻ വേദിയില്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ആലോചിക്കണം, VM സുധീരൻ ഒറ്റയ്ക്ക് പാർട്ടിക്കെതിരായ അഭിപ്രായം പറഞ്ഞുള്ള വിമർശന സ്വഭാവത്തിൽ സാർ പറഞ്ഞു. ഒറ്റയ്ക്കല്ലേ മുഖ്യമന്ത്രി തീരുമാനം എടുത്തത്? മുഖ്യമന്ത്രി ആരെങ്കിലും ചോദിച്ചോ? മുഖ്യമന്ത്രി ഞാനാണ് അധികാരി എന്ന മട്ടിലുള്ള പണിയല്ലേ എടുത്തത്? അപ്പോൾ ആ നിലയ്ക്കുള്ള ഏകാധിപത്യ സ്വഭാവത്തിലുള്ള ഞാൻ മാത്രമായി തീരുമാനിക്കുമെന്നില്ല നിങ്ങളെടുത്താൽ നിങ്ങൾക്കെതിരായ എതിർപ്പും ഒറ്റയ്ക്കൊറ്റയ്ക്കോടെ പ്രത്യക്ഷപ്പെടും, പൊതുവിടത്തിൽ പ്രത്യക്ഷപ്പെടും. പിന്നെ സാർ പറഞ്ഞ വേറെ കാര്യം, VM സുധീരൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സർക്കാരിനെ വിമർശിച്ചോ? അത് ഇതുമായിട്ട് കൂട്ടിക്കെട്ടുന്ന ഒരു പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സർക്കാരിൻ്റെ കാലത്ത് ഈ സർക്കാരിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ടാണോ ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നത് പരിശോധിക്കാൻ ഒരു മെക്കാനിസം ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ സുധീരനെങ്കിലും ഇറങ്ങി നിൽക്കണ്ടേ? മറ്റേ സർക്കാരിൻ്റെ കാലത്ത് അതിനെ ആക്രമിക്കാൻ അവിടെ ഒരു വലിയ പട തന്നെ ഉണ്ടായിരുന്നു. സുധീരൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. ഈ സർക്കാർ വഴിതെറ്റി പോകുമ്പോൾ ആരുണ്ട് ചോദിക്കാൻ? സണ്ണി ജോസഫ് ഉണ്ടോ? KC വേണുഗോപാലുണ്ടോ? രാഹുൽ ഗാന്ധി ഉണ്ടോ? വേറെ ഏതെങ്കിലും KPCCയുടെ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്? ഈ സർക്കാരിൻ്റെ വഴിക്ക് പോവാണ്. ആരെങ്കിലും ഒരാൾ, ഈ സർക്കാരിൽ പെടാത്ത ഒരാൾ മാറി നിന്നിട്ട് ഇത് നമ്മുടെ പോളിസി അല്ല കേട്ടോ, ഇത് ഡിസ്കസ് ചെയ്യണം കേട്ടോ, ഒരു ഡെമോക്രാറ്റിക് പ്ലാറ്റ്ഫോമിൽ വരണം കേട്ടോ എന്ന് പറയാൻ വേണ്ടേ? അത് ഇത് തമ്മിൽ താരതമ്യമില്ലെന്ന് ഞാൻ പറയാം. മറ്റേത് സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളെയും, ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിലടക്കം അന്ന് എതിർത്ത് നിന്ന് വിമർശിക്കാൻ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോഴാണല്ലോ നിലപാട് മാറ്റിയത്. അവിടെ ഞാൻ കാണുന്നത് VM സുധീരൻ ആ പാർട്ടിക്കാരെ സംബന്ധിച്ച് പാർട്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ ക്യാബിനറ്റ് അല്ലാത്ത വേറെ കുറേ ആൾക്കാരും കൂടി ചേർന്നതാണ് ഈ സർക്കാർ. ക്യാബിനറ്റ് അല്ലാത്ത വേറെ കുറേ ആൾക്കാർ കൂടി ചേർന്നതാണ് ഈ സംവിധാനം. അപ്പോൾ അങ്ങനെ കുറേ പേര് കൂടി ഉണ്ട് എന്ന് ആ പാർട്ടിക്കാരെ ഓർമ്മിപ്പിക്കാൻ, ആ പാർട്ടിയെ പിന്തുണയ്ക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ VM സുധീരന് പറ്റിയെന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് ഇതാരാ വിളിച്ചു വരുത്തിയത്? VM സുധീരന് സത്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മുൻവിധി കൊണ്ട് വിമർശിക്കുന്നതോ അല്ലെങ്കിൽ മുൻവൈരാഗ്യം കൊണ്ട് വിമർശിക്കുന്നതോ അല്ല.
ഡൽഹിയിൽ പോയിട്ട് വി ഡി സതീശനല്ലാതെ മറ്റാരും മുഖ്യമന്ത്രിയാവാൻ പാടില്ല, സതീശനാവുന്നതാണ് നീതി എന്ന് അദ്ദേഹം ഹൈക്കമാൻഡിനോട് പറഞ്ഞ ആളാണ്. അപ്പോൾ സതീശനോട് അദ്ദേഹത്തിന് ഒരു നിലക്കുള്ള വിരോധമില്ല. വിഷയങ്ങൾ പക്ഷെ സതീശൻ ആ കാര്യത്തിൽ താൻ കൂടി കാണുന്ന ഒരു രാഷ്ട്രീയ ധാർമ്മിക വഴി എടുത്തു പോകും, ഒരു ഡെമോക്രാറ്റിക് ലൈൻ എടുത്തു പോകും എന്ന് കാണുന്നതുകൊണ്ട് കൂടിയാണല്ലോ അദ്ദേഹം ആ പിന്തുണ പറയുന്നത്. ജനപിന്തുണ കൊണ്ട് എന്ന കാരണം മാത്രം മുൻനിർത്തിയല്ല. അങ്ങനെ ഇരിക്കെ ആരോടും ചർച്ച ചെയ്യാതെ സതീശൻ ചില കാര്യങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നു. അതായത് പാർട്ടിയിലെ ഈ പറയുന്ന സംവിധാനങ്ങൾക്കെല്ലാം മേലെ കൂടി ജനങ്ങളുടെ പിന്തുണയിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരാൾ ഞാൻ എന്നൊരു ഫീൽ സതീശനെ ഭരിക്കുന്നുണ്ടോ സംശയമുണ്ട്. ഞാൻ നിങ്ങളെല്ലാവരും കൂടി തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും അതിനേക്കാൾ പവർഫുള്ളായി അധികാരത്തിൽ വന്ന ആളാണ് ഞാൻ. സ്വയം പവർഫുൾ, ഒറ്റയ്ക്ക് പവർഫുൾ, ഒരു ഗ്രൂപ്പും ഉണ്ടാക്കാതെ പവർഫുള്ളായി വന്ന ആളാണ്. സോ ആ പവർ കാണിക്കാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നുവെന്ന് മറ്റോ. അപ്പോൾ അതിൻ്റെ കുഴപ്പം ചോദിച്ചാൽ അപ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. പിന്നെ ഈ പറയുന്ന ധനസമാഹരണ മാർഗങ്ങൾ, വിഭവ സമാഹരണ ആലോചനകൾ, സാമ്പത്തികമായ അതിൻ്റെ സൂക്ഷ്മതലങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. അതൊന്നും ഞാനിപ്പോൾ ഇവിടെ എല്ലാവരും കൂടി ഡിസ്കസ് ചെയ്താൽ അവിടെ തീരുമാനമാകാനൊന്നും പോകുന്നില്ല. പലതരത്തിലുള്ള അഭിപ്രായം ഉണ്ടാവും. അതിന് പകരം ഞാൻ തീരുമാനം എടുത്ത് പോകുന്നതാണെന്നും അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്ത് ന്യായമാണ് അദ്ദേഹം പറഞ്ഞത്? ഞാനിപ്പോൾ ഒരു നികുതി ഘടന തീരുമാനിച്ചു, നിങ്ങൾ സമ്മതിച്ചാൽ ഈ നികുതി ഘടനയിൽ വെക്കും, നിങ്ങൾ സമ്മതിച്ചിട്ടുള്ള ഈ നികുതി ഘടനയിൽ വെക്കില്ല. അതെന്ത് ന്യായമാണ്? അങ്ങനെയാണ് ലോകത്ത് എന്തെല്ലാം കാര്യം നികുതി ഘടന നിർദ്ദേശിക്കാൻ പറ്റും. നോക്കൂ, പിന്നെ നിഷാദെ, ഞാൻ പറയുന്നത് ഇതാണ്. അതായത് ഒരു ബജറ്റ് തയ്യാറാക്കാനും വിഭവ സമാഹരണത്തിന്റെ ചുമതലയൊക്കെ ധനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. അത് അദ്ദേഹം ആ പണി അദ്ദേഹം ചെയ്യുന്നു. ആ പണി UDF വന്ന് ചർച്ച ചെയ്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി നടക്കില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് അതല്ല. അദ്ദേഹം അത് സമ്മതിക്കുന്നു, അതൊക്കെ ശരിയാണ്. എന്നിട്ട് വി ഡി സതീശൻ ബജറ്റ് പ്രസംഗത്തിൽ പറയാണ്, ചാരായം വിൽക്കാൻ തീരുമാനിച്ചാൽ അതിന് 250% നികുതി. അങ്ങനെ പ്രഖ്യാപിക്കാൻ പറ്റുമോ? ഈ സാധനം വിൽക്കണോ വേണ്ടേ ഒന്ന് നയപരമായ പ്രശ്നത്തിലേക്ക് വരേണ്ടതാണ്. ബാക്കിയൊക്കെ തീരുമാനിക്കാം. നയപരമായ തരത്തിലുള്ള തർക്കങ്ങളില്ലാത്ത ഏത് കാര്യത്തിനും അദ്ദേഹത്തിന് തീരുമാനം എടുക്കാം. കോറിഡോറിന്റെ കാര്യമൊക്കെ പിന്നെ ഇതിൽ പറഞ്ഞ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് പറഞ്ഞിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നതാണ് സാർ, നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് സാമൂഹിക അപകടം ഉണ്ടാക്കും, അത് വലിയതുള്ള കൊള്ളയാണ് എന്നാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? വീര്യം കുറഞ്ഞ മദ്യം അപകടമാണ് എന്നാണ് കോൺഗ്രസ് പൊതുവിൽ പറഞ്ഞിരിക്കുന്ന നിലപാട്. അല്ല, ഞാൻ അദ്ദേഹം തന്നെ വിശദീകരിച്ചതാണ് എന്റെ പിന്നെ മുമ്പിലുള്ളത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അത് ആ നിലപാട് എടുത്തിരിക്കുന്നത് അത് ചില കമ്പനികളെ സഹായിക്കാനായിരുന്നു, ചില പ്രത്യേക താല്പര്യത്തോടു കൂടിയായിരുന്നു എന്നുള്ളതായിരുന്നില്ലേ വിമർശനം? അല്ല, അതിപ്പോ ബെക്കാഡി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കമ്പനി ആയിരിക്കാം. പിന്നെ കമ്പനികളെ സഹായിക്കാൻ വേണ്ടി എടുത്ത നിലപാടിനോട് പിന്നെ അദ്ദേഹം വിയോജിച്ചിരുന്നു. ആ ഘട്ടത്തിൽ അതിന്റെ നടപടിക്രമങ്ങളോട് അദ്ദേഹം വിയോജിച്ചിരുന്നു. പക്ഷെ ബേസിക്കായിട്ട് വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഒരു കാറ്റഗറി ഉണ്ടാക്കിയിട്ട് അത് വിൽക്കുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മദ്യോപഭോഗം വർദ്ധിപ്പിക്കുമെന്നോ കേരളത്തിൽ മദ്യമൊഴുക്കുന്ന അവസ്ഥയിൽ ഉണ്ടാക്കുമെന്നോ തരത്തിൽ പിന്നെ സതീശൻ വിമർശിച്ചിട്ടുണ്ട്. ആഫ്റ്റർ ഓൾ അദ്ദേഹം ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുവരിക ബക്കാഡി പോലുള്ള കമ്പനികളുടെ ആപ്ലിക്കേഷൻ പരിഗണിച്ചതിനെതിരായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്ന അവരുടെ നിലപാട് അതാണ്. അല്ലാതെ ഇപ്പോൾ ഈ കർഷകരുടെ ഏതെങ്കിലും കർഷക സംഘമല്ലോ ഈ ആപ്ലിക്കേഷനോട് വന്നിട്ടുള്ളത്. ആപ്ലിക്കേഷൻ അന്നും ഇന്നും ബക്കാഡിയാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതിന് കോൺഗ്രസ് എതിരായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ഇതിന്റെ ജനാധിപത്യ വശങ്ങളെ കുറിച്ച് ഞാൻ അദ്ദേഹത്തിന് പ്രകടിപ്പിക്കാനുള്ള ആ ഒരു പിന്നെ അവകാശത്തെയോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു കാര്യത്തിൽ എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിന് മാത്രം ബോധ്യമുള്ള ഒരു മോറലിസ്റ്റിക് പൊസിഷനാണ് എന്നുള്ളതാണ് ഇത്. അത് ഒരു കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമാകാതിരിക്കുക എന്നത് ഒരു നല്ല സുഖമുള്ള ഒരു കാര്യമാണ്. ശരി, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എൻ്റെ പോയിന്റ് ഇതാണ്. അതായത് വി ഡി സതീശനെ സംബന്ധിച്ച് ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് നോക്കൂ, ഇപ്പോൾ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലുള്ള നികുതി ഘടന നിശ്ചയിക്കുമ്പോൾ സാമൂഹിക വിഭാഗങ്ങൾ എവിടെ നിന്നല്ല എന്തെല്ലാം എതിർപ്പ് ഉയർന്നു വരുന്നത്. കത്തോലിക്ക സഭ എതിർക്കുന്നു, മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ എതിർക്കുന്നു, അവരുടെ ഒപ്പം ഉണ്ടായിരുന്നവരെല്ലാം എതിർക്കുന്നു. അതിന് ഇമ്പാക്ട് ഏരിയ സതീശൻ അറിയാത്തതാണ്. അപ്പോൾ അതൊരു പൊള്ളുന്ന സാധനത്തിലേക്ക് കൈവയ്ക്കുകയാണ്. അത് ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനിക്കും? നമ്മൾ റിസ്കി ആയിട്ടുള്ള ഒരു സാധനത്തിൽ കൈവയ്ക്കാൻ പോകുന്നു, നികുതി ഘടന നിശ്ചയിക്കാൻ പോകുന്നു. അത് ചെയ്യട്ടെ, അറ്റ്ലീസ്റ്റ് ആ പോയിന്റെങ്കിലും പിന്തുണച്ച വിഭാഗങ്ങളെല്ലാം എതിർക്കാൻ സാധ്യതയുള്ള ഒരു റിസ്കി സ്റ്റെപ്പ് എടുക്കുമ്പോൾ അത് ഡിസ്കസ് ചെയ്യില്ല തീരുമാനിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് അതിനകത്ത് ഇനിയിപ്പോ ഒരു തീരുമാനത്തിലേക്ക് പോകണമെങ്കിൽ UDF തീരുമാനിക്കാമെന്ന് അദ്ദേഹം പറയുന്നതിലൂടെ ഇങ്ങനെ ഒരു നികുതി ഘടന ഫിക്സ് ചെയ്യുന്നതിലൂടെ ഈ വർഷം തന്നെ അതിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടക്കാം എന്നൊരു സാധ്യത തുറന്നു വയ്ക്കുകയല്ലേ ചെയ്യുന്നുള്ളൂ. എന്നൊരു സാധ്യതയല്ല, എന്നൊരു സമ്മർദ്ദം UDF മുമ്പിലേക്ക് വെക്കുകയാണ്, അല്ലേ? UDF അദ്ദേഹം ആ ട്രാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ഇനിയിപ്പോ UDF പൂർണ്ണമായിട്ട് പിൻവാങ്ങാൻ പറ്റില്ല. പൂർണ്ണമായിട്ടും പിൻവാങ്ങാം, പൂർണ്ണമായിട്ടും അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കാം, ആലോചിക്കാം. തീരുമാനം ഉണ്ടെങ്കിൽ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ഇല്ല. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെടുന്നത്. എനിക്ക് ഇതിനകത്ത് യാതൊരു ഉത്തരവാദിത്തമില്ല. ഒരു പ്രശ്നം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഒരു തീരുമാനം ഒറ്റയ്ക്ക് പ്രഖ്യാപിക്കുകയാണ്, അത് വിവാദമായി കഴിയുമ്പോൾ
അവർ തീരുമാനിച്ചാലേ നടപ്പിലാക്കുകയുള്ളൂ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ എന്ന് പറയുന്നത് തന്ത്രപരമായിട്ടുള്ള ഒരു വഴുക്കലാണ്. പക്ഷേ അതിനകത്ത് സതീശൻ്റെ ഭാഗത്തു നിന്നൊരു ഒറ്റക്കൊരു തീരുമാനം എന്ന് പറയുന്ന കുഴപ്പം പിടിച്ച സംഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ പറയാം. ഓക്കെ. യെസ്. അപ്പോൾ സഭയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വിശദീകരണത്തിലൂടെ ഭരണകക്ഷി അംഗങ്ങളെ ഏറെക്കുറെ കൺവിൻസ്ഡ് ആക്കാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വി എം സുധീരൻ കൺവിൻസ്ഡ് അല്ല. അപ്പോൾ വി എം സുധീരനെ പോലെ കൂടുതൽ മുതിർന്ന നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ ധനകാര്യ ബില്ലിൽ ഇത് വെക്കുകയും കൂടി ചെയ്താൽ ഈ വിഷയത്തിൽ കോൺഗ്രസിനകത്ത് വലിയ കലാപങ്ങൾക്ക് അത് കാരണമാകുമോ എന്ന ചോദ്യം കൂടി ഘട്ടത്തിൽ ഉയരുകയാണ്.